ഇന്ന് നമ്മുടെ VBSന്റെ സമാപന ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസത്തെയും VBS നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും അങ്കിളും ആന്റിയും പാട്ടുകളും വാക്യങ്ങളും സ്റ്റോറീസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBSന്റെ ഫൈനൽ ഡേയിലേക്ക് സ്വാഗതം. കഥയും പാട്ടും കളികളുമായൊരു VBS കൂട്ടുകാർക്കായി വീണ്ടും വന്നേ കിഡ്സ് കിങ്ഡം VBS ഓൺലൈൻ VBS വണ്ടർലൈൻ കാഴ്ചകൾ കാണാൻ കൂടെ പോരൂ കൂട്ടരേ. വണ്ടർ 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 വണ്ടർല ഉറുമ്പും കാക്കയും കഴുതയും കഴുകനും തിമിംഗലവുമുണ്ടേ. ഞങ്ങളുടെ കൂടെ പോരുന്നോ, കാഴ്ചകൾ കാണാൻ പോരുന്നോ. ഞങ്ങളുടെ കൂടെ പോരുന്നോ, കാഴ്ചകൾ കാണാൻ പോരുന്നോ. സന്തോഷത്തിൻ കാലം, വീണ്ടും സന്തോഷത്തിൻ കാലം, സന്തോഷത്തിൻ കാലം, വീണ്ടും സന്തോഷത്തിൻ കാലം. പറന്ന് പറന്ന് പറന്നുയരാം, പറന്നുയർന്നിടാം, ഉയരത്തിൽ പറന്നുയർന്നിടാം. പറന്ന് പറന്ന് പറന്നുയരാം, പറന്നുയർന്നിടാം, ഉയരത്തിൽ പറന്നുയർന്നിടാം. ലക്ഷ്യബോധത്തോടെ ഉയരങ്ങൾ താണ്ടിടാം, ലക്ഷ്യബോധത്തോടെ ഉയരങ്ങൾ താണ്ടിടാം. ഉയരാം പറന്നുയർന്നിടാം, ഉയരാം പറന്നുയർന്നിടാം, ഉയരാം പറന്നുയർന്നിടാം. മിന്നും താരങ്ങൾ കൺചിമ്മി ചിമ്മി എന്നും പാടുന്നു ദൈവത്തിൻ മഹത്വം. വാനം ഭൂഗോളം താരാപഥങ്ങൾ വാഴ്ത്തിപ്പാടുന്നു ദൈവത്തിൻ വലിപ്പം. പൈതങ്ങൾ നമ്മളൊന്നായി ഗീതങ്ങൾ പാടാം നന്നായി. പൈതങ്ങൾ നമ്മളൊന്നായി ഗീതങ്ങൾ പാടാം നന്നായി. മിന്നും താരങ്ങൾ കൺചിമ്മി ചിമ്മി എന്നും പാടുന്നു ദൈവത്തിൻ മഹത്വം. കിഡ്സ് കിങ്ഡം VBSന്റെ ഫൈനൽ ഡേയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച വാക്യങ്ങൾ കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലേ? ഇന്ന് നമ്മൾ മറ്റൊരു വാക്യം പഠിക്കാനായിട്ട് പോവുകയാണ്.
ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വാക്യം എബ്രായർ 12:2, ഹിബ്രൂസ് 12:2. ആൻറ്റി നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹിബ്രൂസ് 12:2. ലുക്കിംഗ് അൻടു ജീസസ്, the author and finisher of our faith. ആൻറ്റി നിങ്ങളെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എല്ലാവരും നല്ല ശബ്ദത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വാക്യമാണല്ലേ? അതുകൊണ്ട് എല്ലാവരും നല്ല ശബ്ദത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത്? നമ്മുടെ യേശു എങ്ങനെയുള്ളവനാ? വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, പൂർത്തിയിലെത്തിക്കുന്ന, ലക്ഷ്യത്തിലെത്തിക്കുന്ന യേശുവാണല്ലേ? അപ്പൊ നമ്മൾ ആരെ നോക്കി ജീവിക്കണം? ഈ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നാം ജീവിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഈ വാക്യം പഠിച്ചാലോ? ഓക്കെ, ആൻറ്റി വാക്യം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ നോക്കി നല്ല ശബ്ദത്തിൽ പറയണേ. ഓക്കെ, എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എല്ലാവരും വാക്യം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ച വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും അത് മെമ്മറൈസ് ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ. ഈ വലിയ കോട്ടയുടെ 5ാമത്തെ ഉദ്യാനത്തിലാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി 4 ഉദ്യാനങ്ങളിലെ വിശേഷങ്ങളും അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ ചില ജീവജാലങ്ങളെയും നാം പരിചയപ്പെടുകയുണ്ടായി. നമ്മുടെ VBSൻ്റെ ഒടുവിലത്തെ ദിനമായ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഈ ഉദ്യാനത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ജീവിയെക്കുറിച്ചാണ്. നമ്മൾ പാട്ടിൽ ഓർത്തതുപോലെ ഫോർ ഈഗിൾ എന്ന ജീവിയെക്കുറിച്ച് അങ്കിൾ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മക്കൾക്കൊക്കെ VBS ഇഷ്ടമായി തീരുന്നു എന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെയെല്ലാം ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ VBS ഇന്നേ ദിവസം ഇവിടെ സമാപിക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മുടെ ദൈവത്തിന് കൊള്ളാവുന്നവരായി, പ്രയോജനമുള്ളവരായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുവാൻ കർത്താവ് നിങ്ങൾക്കെല്ലാം കൃപ നൽകുമാറാകട്ടെ. നമ്മൾ വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. 1-ാം ദിവസം മുതൽ ഫോർ ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ചെറിയ ജീവി മുതൽ നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനും തുടങ്ങി. അവരൊക്കെയും അവരുടെ കഴിവുകൾ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ. അതിലൂടെ ആത്മീകമായ പാഠങ്ങളും മോറലായിരിക്കുന്ന പാഠങ്ങളും ഒക്കെ പഠിക്കുവാൻ നിങ്ങൾക്കിടയായിട്ടുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ പ്രയോജനമായിട്ട് ഭവിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അങ്കിൾ ഇന്ന് ഈ ഉദ്യാനത്തിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിന് കാണുന്ന ഒരു കാഴ്ചയാണല്ലോ ഉയരങ്ങൾ താണ്ടി പറക്കുന്ന പരുന്ത്. ആ കാഴ്ച ഒരുപക്ഷെ നമുക്ക് വലിയ ആകാംക്ഷയാണ് തരുന്നത്. കാരണം എന്താ? മറ്റെല്ലാ പക്ഷികളും അതിൻ്റെ ചിറകുകൾ അടിച്ച് പറക്കുമ്പോൾ പരുന്ത് പറക്കുന്നത് ചിറകുകൾ അധികം അടിക്കാതെ ചിറകുകൾ വിരിച്ചു വെച്ചുകൊണ്ടാണ്. 3 കാര്യങ്ങൾ ഈഗിളിനെ കുറിച്ച് പറയുമ്പോൾ അങ്കിളിന് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുണ്ട്. ഈഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈഗിൾ ഫ്ലൈ അലോൺ. ഈഗിൾ ഒരിക്കലും താഴ്ന്നു പറക്കുവാൻ ശ്രമിക്കാറില്ല. ഈഗിൾ ഏറ്റവും ഉയരങ്ങളിൽ പറക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഈ കാക്കയും ഈഗിളും തമ്മിൽ പലപ്പോഴും കടി കൂടാറുണ്ട്. അവ തമ്മിൽ എപ്പോഴും ഫൈറ്റ് ചെയ്യാറുണ്ട്.
അത് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാകാം. അതിൻ്റെ കാരണം കാക്കക്കൂട്ടിൽ കിടക്കുന്ന കാക്കക്കുഞ്ഞുങ്ങളെ പിടിക്കുവാനായിട്ട് ഈഗിൾ വരുന്നു എന്ന ചിന്തയിൽ കാക്കകൾ അതിനെ കൂട്ടമായിട്ടിട്ട് ആക്രമിക്കുമ്പോൾ ഒരു തവണ പോലും ഈഗിൾ തിരിച്ച് കാക്കയെ ആക്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എന്നാൽ കാക്കകൾ ഈ ഈഗിളിനെ ആക്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. എന്നാൽ ഈഗിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈഗിൾ കാക്കകളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈഗിൾ ഓരോ പടി മുകളിലേക്ക് പറന്ന് പൊങ്ങുവാനായിട്ട് തുടങ്ങും. അങ്ങനെ പറന്ന് പൊങ്ങുകയാണ് ഈഗിൾ എപ്പോഴും ചെയ്യുന്നത്. ഒരിക്കലും ഇതുമായിട്ട് ഫൈറ്റിങ്ങിന് പോകാറില്ല. അങ്ങനെ പൊങ്ങി ഒരു പരിധി ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ കാക്കകൾക്ക് അവിടേക്ക് എത്തുവാനായിട്ട് കഴിയാതെ കാക്കകൾ മടങ്ങിപ്പോരുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, അങ്കിൾ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. പരുന്തിനെ പോലെ ഉയരങ്ങൾ താണ്ടുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. നാം പലപ്പോഴും താഴ്ന്ന പ്രതലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് സമം ആയിട്ടുള്ള മറ്റാളുകൾ നമ്മെ ഡിസ്റ്റർബ് ചെയ്യുന്നവരൊക്കെ കണ്ടേക്കാം. പക്ഷെ നമ്മളുടെ ചിന്താഗതികൾ ഒക്കെയും ഉയരത്തിലുള്ളതായിട്ട് ഇരിക്കട്ടെ. ഉയരങ്ങളിലുള്ളത് മാത്രം ചിന്തിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. അതാണ് ഈ പരുന്തിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ള ഒന്നാമത്തെ പാഠം, ഈഗിൾ ഫ്ലൈ അലോൺ. രണ്ടാമത്തെ പാഠം, ഈഗിൾ ഹാവ് ആൻ എക്സാക്റ്റ് വിഷൻ. ഈഗിളിന് കൃത്യമായ നിലയിൽ കാണുവാൻ കഴിയും എന്നുള്ളതാണ്. എന്താ കാണുന്നത്? ഈഗിളിൻ്റെ പ്രത്യേകത, ഈഗിൾ താഴ്ന്നിരിക്കുമ്പോൾ താഴെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈഗിളിന് താഴെ നിൽക്കുന്ന, ഉദാഹരണത്തിന് വെള്ളത്തിൽ കിടക്കുന്ന ഒരു മത്സ്യത്തെ പോലും ഈഗിളിനെ പിടിക്കുവാൻ കഴിയണമെങ്കിൽ അതിനുവേണ്ടി ഈഗിൾ ചെയ്യുന്നത് ഉയരങ്ങളിലേക്ക് പറക്കും എന്നുള്ളതാണ്. ഈഗിൾ ഏറ്റവും ഉയരത്തിൽ ചെല്ലുമ്പോഴാണ് ഈഗിളിന് താഴെയുള്ളതിനെ കൃത്യമായിട്ട് കാണുവാൻ കഴിയുന്നത്. നോക്കണം, ഉയരം കൂടും തോറും താഴെയുള്ള കാഴ്ചകൾ കാണുവാനുള്ള ശേഷി ഉണ്ടാകും. അങ്ങനെയാണ് പലപ്പോഴും ഈഗിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എത്ര ഉയരത്തിൽ നിന്നാണെങ്കിലും ഈഗിൾ ഒരൊറ്റ കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കാം താഴേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഉയരങ്ങളിൽ പറക്കുന്ന ഈഗിൾ ഏറ്റവും താഴെ കാണുന്ന ഒരു ചെറിയ ജീവിയെ പിടിക്കുവാനായിട്ട് അതെന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ ഉയരങ്ങളിലൂടെ പറക്കുമ്പോൾ ആ ഒരു ജീവിയെ മാത്രം ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ നാട്ടിലൊക്കെ കോഴിയെയും കോഴിക്കുഞ്ഞുങ്ങളെയും ഒക്കെ പരുന്ത് വന്ന് പിടിച്ചുകൊണ്ട് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി എണ്ണം നിൽക്കുന്നു, നല്ലതിനെ നോക്കി സെലക്ട് ചെയ്തു. അങ്ങനെയല്ല ഈഗിൾ ഒരിക്കലും പിടിക്കുന്നത്. പിന്നെ ഈഗിൾ എങ്ങനെയാണ് പിടിക്കുന്നത്? ഈഗിൾ ഏറ്റവും മുകളിൽ വെച്ച് തന്നെ ഒരെണ്ണത്തിനെ ഫോക്കസ് ചെയ്യും. ആ ഫോക്കസ് ചെയ്യുന്നതിനെ മാത്രമായിരിക്കാം പിടിക്കുന്നത്. പറന്ന് അതിവേഗം താഴേക്ക് വന്ന് ഏതിനെയാണോ അത് ലക്ഷ്യമിട്ടിരിക്കുന്നത്, ഏതിനായിരുന്നു അതിൻ്റെ കൃത്യമായ വിഷൻ, ആ കൃത്യമായ വിഷനിലൂടെ വന്ന് ഏതിനെയാണോ കണ്ടിരുന്ന ആ ഇരയെ അത് പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് പറന്നു കയറും. പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെയും നമുക്ക് പഠിക്കുവാൻ ആ ഈഗിളിൻ്റെ സ്വഭാവത്തിൽ നിന്നും മാതൃകയാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെയും കാഴ്ചപ്പാടുകൾ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളായിരിക്കണം. നമുക്കും നേടിയെടുക്കുക എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. ആ ചിന്തയോടുകൂടി പോകുമ്പോഴാണ് നമുക്കും ശുഭ തുറമുഖത്ത് എത്തുവാൻ കഴിയുന്നത്, നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ ഈഗിളിൻ്റെ പ്രത്യേകത അങ്കിൾ പറയട്ടെ. ഈഗിളിൻ്റെ പ്രത്യേകത, ഈഗിൾ ഡു നോട്ട് ഈറ്റ് ഡെഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഈഗിൾ ചത്തുപോയതിനെ ഭക്ഷിക്കാറില്ല. ജീവനുള്ളതിനെ, ഫ്രഷായിട്ടുള്ളതിനെയാണ് ഈഗിൾ എപ്പോഴും ഭക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈഗിൾ ഒരു മാംസഭുക്കാണ്. പക്ഷേ ഈഗിൾ ഒരിക്കലും ഏറ്റവും ചീഞ്ഞു കിടക്കുന്ന, അഴുകിക്കിടക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന അങ്ങനെയുള്ളതിനെ ഒന്നും ഭക്ഷിക്കുന്ന ഒരു പക്ഷിയല്ല ഈഗിൾ എന്ന് പറയുന്നത്. മറിച്ച് ഈഗിൾ ഏറ്റവും ഫ്രഷായിരിക്കുന്ന ജീവനുള്ളതിനെയാണ് ഈഗിൾ കഴിക്കുന്നത്. എന്താണ് അത് നമുക്ക് തരുന്ന പാഠം? ഈഗിൾ നമുക്ക് തരുന്ന മൂന്നാമത്തെ പാഠം ഇതാണ്: നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാമും ഈ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, നമുക്കൊരിക്കലും യോജിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നാം ഒരിക്കലും തുടർന്നു കൊണ്ടുപോകുവാൻ താല്പര്യമില്ലാത്തവരായിരിക്കുക. നമുക്കുള്ള നല്ല സൗഹൃദങ്ങളെ, നല്ല ജീവിതങ്ങളെ നമ്മോട് ചേർത്ത് വയ്ക്കുവാൻ, നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ആളുകളുമായിട്ട് സൗഹൃദവും ചങ്ങാത്തവും തുടരുവാൻ നമുക്കിടയായിട്ട് തീരണം. ഈ ലോകത്തിൽ അനേകരുണ്ട് ഏറ്റവും മോശമായി ജീവിക്കുന്നവർ, തെറ്റായ വഴികളിലൂടെ പോകുന്നവർ, തെറ്റായി സഞ്ചരിക്കുന്നവർ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതം ഒരിക്കലും അങ്ങനെയായിട്ട് തീരരുത്. അങ്കിൾ ഇത് പറയുമ്പോൾ ഇന്ന് പഠിച്ച വാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമുക്ക് ഒരു വിഷൻ ഉണ്ടാകണം. ഏതാണ് വിഷൻ? നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദീർഘവീക്ഷണം ഉണ്ടാകണം. നമുക്കൊരുവനെ നോക്കിയെങ്കിൽ മാത്രമേ ഈ കലുഷിതമായ ലോകത്ത് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. ആരെയാണ് നോക്കേണ്ടത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളരുവാൻ ഇടയാവുകയില്ല. യേശുവിനെ നോക്കണമെങ്കിൽ നാം ഈഗിളിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിഷൻ യേശുവിൽ
യേശുവിൽ നാം ഫോക്കസ് ചെയ്യുമ്പോൾ, യേശുവിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത്. ഈ ചുറ്റുപാടുകളിൽ വിവിധ പ്രതികൂലങ്ങളും എതിർപ്പുകളും പ്രതിസന്ധികളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നവരും ഒക്കെ ധാരാളം ഉണ്ടായേക്കാം. എന്നാൽ പറയട്ടെ, യേശു കർത്താവിനെ നോക്കി യേശുവിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായിട്ട് തീരും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കലും പതറിപ്പോകേണ്ടതായിട്ട് വരികയില്ല. എതിർപ്പുകളൊക്കെ വരുമ്പോൾ ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് ഉയരുവാനുള്ള മനസ്സുണ്ടാകണം. യേശുവിൽ നോക്കി നിങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് നാം വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇനി ഈ ഈഗിള് തനിയെയാണ് പറക്കുന്നതെന്ന് അങ്കിൾ പറഞ്ഞു. നമുക്കും തനിയെ പറക്കുവാൻ കഴിയണം. തനിയെ പറക്കണമെങ്കിലും നമ്മളെ കൊണ്ട് തനിയെ സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് അത് പറക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഉയരങ്ങൾ താണ്ടുവാൻ, പടവുകളിലേക്ക് കയറുവാൻ നിങ്ങൾക്കിടയായിട്ട് തീരും. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് അങ്കിൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്കൊരു നായകനുണ്ട്. ആ നായകൻ്റെ പേര് വിശ്വാസത്തിൻ്റെ നായകൻ എന്നാണ്. വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്ന, നമ്മുടെ ഒരു പൂർത്തീകരണം തരുന്ന, നമുക്കൊരു ശോഭനകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ആ കർത്താവിനെ മാത്രം നോക്കി നമ്മുടെ യാത്ര തിരിക്കാം. പ്രിയ മക്കളെ, ഈ ലോകത്ത് അനേക പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ലോകമാണ്. വഷളത്വവും വക്രതയും നിറഞ്ഞ ഒരു ലോകമാണ്. അനേക ആളുകൾ നമ്മെ തെറ്റിക്കുവാനായിട്ട് നടക്കുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തിലുള്ള ആളുകളുടെ സ്വഭാവം പലപ്പോഴും വലിയ മോശമായിരിക്കുന്ന സ്വഭാവങ്ങളാണ്. നിങ്ങൾ വാർത്തകളിൽ വായിക്കുന്ന പോലെ, നിങ്ങൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ എത്രയോ ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ അവരെ നോക്കിയാൽ നമ്മുടെ ജീവിതവും കാക്കകളെ പോലെയായിട്ട് തീരും. അങ്ങനെ ആയിത്തീരരുത്. നമുക്ക് പരുന്തിനെ പോലെ ഉയരങ്ങളിലേക്ക് താണ്ടുവാൻ ഇടയായിട്ട് തീരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അതെ, നമുക്കെല്ലാവർക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാൻ, ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ, പടവുകൾ ചവിട്ടി ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീരണം. ഈ 5 ദിവസങ്ങളിലെ VBS നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീർന്നുവെന്ന് അങ്കിൾ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പഠിച്ച ഓരോ ജീവജാലങ്ങളും നമുക്ക് തരുന്ന പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അങ്കിളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.